ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ക്ലാസ്സാണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജമ്മു കാശ്മീർ വിഭജന നിയമം 2019 എന്നുള്ള ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേയായി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ജമ്മു കാശ്മീർ വിഭജന നിയമം 2019. ഓക്കെ, നമുക്ക് ഇപ്പോൾ എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ? നിലവിൽ ഇപ്പോൾ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്നറിയോ? എത്രയുണ്ട്? 28 സംസ്ഥാനങ്ങളുണ്ട്. നേരത്തെ 29 ഉണ്ടായിരുന്നു. അതെന്താ മാറ്റം വന്നേ? ഇപ്പം ജമ്മു കാശ്മീരിന് എന്ത് പറ്റി? അതിലെന്തോ സംഭവിച്ചു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8ആണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ മാറ്റം? നമ്മുടെ ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ഇപ്പോൾ എന്തായി? അത് കേന്ദ്രഭരണ പ്രദേശമായി കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ജമ്മു കാശ്മീർ വിഭജന നിയമം 2019. അപ്പോൾ കേട്ടോണം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ 370 അനുച്ഛേദം എന്ത് ചെയ്തു? റദ്ദാക്കി. അപ്പോൾ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നു. ഏതനുച്ഛേദം? 370. ആ ഒരു അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി ഒരു വിജ്ഞാപനമിറക്കി. എന്നാണ്? 2019 ഓഗസ്റ്റ് 5-ന്. അപ്പം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ 370 അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി ഉത്തരവ് പുറത്തിറക്കിയെന്ന 2019 ഓഗസ്റ്റ് 5-ന്. ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേകം ആനുകൂല്യം നൽകിയിരുന്നു. ഏതായ വകുപ്പായിരുന്നു? 35A അനുച്ഛേദം. അതൊക്കെ എന്ത് ചെയ്തു? അതും ഇതോടൊപ്പം റദ്ദായി. ഏത്? 35A എന്തായിരുന്നു? ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക അനുമതിയായിരുന്നു. അപ്പോൾ അതും റദ്ദാക്കി. ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അമിത്ഷായാണ്. അമിത്ഷാ. ഇനി നോക്കുക, അങ്ങനെ പാർലമെന്റിൽ അവതരിപ്പിച്ച അമിത്ഷായാണ്. ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 5-നാണ്. ജമ്മു കാശ്മീർ വിഭജന ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6-ന്. 2019 ഓഗസ്റ്റ് 5-ന് രാജ്യസഭ പാസ്സാക്കി ജമ്മു കാശ്മീർ വിഭജന ബില്ല്. ജമ്മു കാശ്മീർ വിഭജന ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6-ന്. ഇവ രണ്ടും പാസ്സാക്കി. ഇനി എന്ത് വേണം? രാഷ്ട്രപതി ഒപ്പുവെക്കണം. എന്ന് ഒപ്പുവെച്ചു? 2019 ഓഗസ്റ്റ് 9. അപ്പോൾ ഓഗസ്റ്റ് 5 രാജ്യസഭ അല്ലേ? രാജ്യസഭ പാസ്സാക്കി. ഓഗസ്റ്റ് 6-ന് ലോകസഭ പാസ്സാക്കി. ഓഗസ്റ്റ് 9-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. അത് മാത്രമല്ല, ഇനി അത് പ്രാബല്യത്തിൽ വരണം. അങ്ങനെ ജമ്മു കാശ്മീർ വിഭജന നിയമം പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ 31-നാണ് കേട്ടോ. ഈ നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ എന്താക്കി? 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചു. നിയമസഭയോട് കൂടിയ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശവും നിയമസഭയില്ലാത്ത ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും. ഇപ്പോൾ ഈ നിയമപ്രകാരം ജമ്മു കാശ്മീരെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചു. നിയമസഭയോട് കൂടിയ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശവും നിയമസഭയില്ലാത്ത ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണ ചുമതല ഇനി മുതൽ ആർക്കായിരിക്കും? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ആർക്കാ? ലഫ്റ്റനന്റ് ഗവർണർ. അങ്ങനെ തന്നെയാണ്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണ ചുമതല ആർക്കായിരിക്കും ഇനി മുതൽ? ലഫ്റ്റനന്റ് ഗവർണർമാർക്കാണ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ നിയമസഭയുള്ള പ്രദേശങ്ങളുടെ എണ്ണം എത്രയായി? 3ആയി. അപ്പോൾ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതുകൂടി ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയായി? ഇപ്പം 3ആയി. 3. ഇന്ത്യയിൽ നിയമസഭയുള്ള അപ്പം 3 എണ്ണമായി. അത് ഏതൊക്കെയാണ്? പിന്നെ ബാക്കി 2 എണ്ണം ഡൽഹിയും പുതുച്ചേരി. ഡൽഹി, പുതുച്ചേരി. ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി ഓക്കെ. അപ്പോൾ ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി എത്ര നാളാണ്? 5 വർഷമാണ്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പൊതു ഹൈക്കോടതി ഏതാണ്? ജമ്മു കാശ്മീർ ഹൈക്കോടതിയാണ്. ജമ്മു കാശ്മീർ ഹൈക്കോടതിയാണ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയായി? 6ആണ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയായി? 6.
ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നഷ്ടമായതുകൂടി വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവയൊക്കെ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരിനും അതുപോലെ തന്നെ ലഡാക്കിനും ഇനി ബാധകമാണ്. ജമ്മു കാശ്മീർ നിലവിലുണ്ടായിരുന്ന ശിക്ഷാ നിയമമായ രൺബീർ പീനിയൽ കോഡ് RPC എന്നായിരുന്നു നേരത്തെ. അതിപ്പോൾ എന്തായി? IPC ആയി മാറി. IPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനിയൽ കോഡ് എന്നായി മാറി. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിനു ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിനായിട്ട് ആർമി ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു, മിഷൻ റീച്ച് ഔട്ട്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിനു ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിനായിട്ട് ആർമി ആരംഭിച്ച ഓപ്പറേഷനാണ് മിഷൻ റീച്ച് ഔട്ട്. ഇനി അനുച്ഛേദം 370 പറഞ്ഞു. ഇപ്പോൾ ഈ അനുച്ഛേദം 370ൻ്റെ ശില്പി ആരാന്നറിയാവോ? ഗോപാലസ്വാമി അയ്യങ്കാറാണ്. ആർട്ടിക്കിൾ 370 ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്നാണ്? 1949 ഒക്ടോബർ 17. ആർട്ടിക്കിൾ 370 ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 1949 ഒക്ടോബർ 17. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 370 കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരുന്ന ഭാഗം ഏതാണ്? 21. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 370 കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരുന്ന ഭാഗം ഏതാണ്? 21. ഇന്ത്യയിൽ നിലവിലുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 28ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 28ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8, സംസ്ഥാനങ്ങളുടെ എണ്ണം 28ആണ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ജമ്മു കാശ്മീർ വിഭജന നിയമം ഇതിനെക്കുറിച്ച് നമുക്ക് PSC പരീക്ഷയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയും ഭാഗത്തു നിന്നേ വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.